ഹലോ, വെൽക്കം ബാക്ക് ടു ടാരോ വിത്ത് അനല. ഇന്ന് എന്നത്തെയും പോലെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു റീഡിങ്ങുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓണസ്റ്റ് ഒപ്പീനിയൻ, അവർ നിങ്ങളെക്കുറിച്ച് രഹസ്യമായിട്ട് ഏറ്റവും ഇഷ്ടപ്പെടുകയും അതേസമയം തന്നെ ഏറ്റവും വെറുക്കപ്പെടുകയും ചെയ്യുന്ന നിങ്ങളുടെ ക്വാളിറ്റി എന്താണ് എന്നുള്ളത് നോക്കാം. അതറിഞ്ഞാലല്ലേ നമുക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ അതൊന്ന് റെഡിയാക്കി എടുക്കാനും ഒക്കെ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾ എക്സൈറ്റഡ് അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ എനർജിയുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരിക. ഡീപ്പായിട്ടൊരു ബ്രെത്ത് എടുത്ത് ഒന്ന് റിലാക്സ് ചെയ്യുക. നിങ്ങളുടെ തന്നെ ക്വാളിറ്റീസാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം നിങ്ങളുടെ ക്യാരക്ടറിൽ അവർ അഡ്മയർ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണ് എന്ന് നോക്കാം. ഓക്കെ, നമ്മളുടെ ഫസ്റ്റ് കാർഡ് വന്നിട്ട് ക്വീൻ ഓഫ് സ്വാർഡ്സ്. അപ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ക്യാരക്ടർ ഒരു പക്ഷേ വളരെ കാര്യമായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ടൈപ്പ് ആളായിരിക്കും നിങ്ങൾ. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കും. ഫൈറ്റുകളൊക്കെ നടക്കുകയാണെങ്കിൽ ആ ഫൈറ്റിലൊക്കെ നിങ്ങളായിരിക്കും എപ്പോഴും ജയിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഭയങ്കര ലോജിക്കൽ തിങ്കിങ് ആണുള്ളത്. ആ ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. നിങ്ങൾക്ക് കുറച്ചൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു താല്പര്യം ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള പ്ലാൻസ് ഉണ്ട്. അതനുസരിച്ച് മറ്റുള്ളവർ പോകണം, അല്ലെങ്കിൽ കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള ഒരു സ്കില്ല്, ആളുകളെ പറഞ്ഞ് എന്താ പറയുക, കൺവിൻസ് ചെയ്യാനുള്ള ഒരു കഴിവ്, ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതാണ് അവർക്ക് നിങ്ങളിൽ ഏറ്റവും അധികം അവരെ അഡ്മയർ ചെയ്യുന്ന, ഏറ്റവും അധികം അവരെ ഇഷ്ടപ്പെടുന്ന, ബഹുമാനിക്കുന്ന നിങ്ങളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ആ ക്വീൻ ഓഫ് സ്വാർഡ്സ് എനർജിയാണ്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, പിന്നെ ലീഡർഷിപ്പ് സ്കിൽ, പിന്നെ ആളുകളെ എന്താ പറയുക പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള ഒരു കഴിവ്, ആ ഒരു കാര്യപ്രാപ്തി എന്ന് പറയാം. അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഭാഗത്ത് ഏറ്റവും ഇഷ്ടമുള്ളത്. ഇനി അവർ ഫസ്റ്റ് നിങ്ങളെ കണ്ട സമയത്ത് അവർക്ക് എന്താണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആയിട്ടുള്ളത് അവർ എന്ന് നോക്കാം. 9 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് അവർ കണ്ടു കാണും. നിങ്ങളുടെ ഇൻഡിപെൻഡൻസ്. ഓക്കെ, നിങ്ങൾക്ക് ആളുകളെ എവിടെ നിർത്തണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടായിരിക്കും. ബൗണ്ടറി സെറ്റ് ചെയ്യാൻ കൃത്യമായിട്ട് അറിയാമായിരിക്കും. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. ആരുടെയും ഹെൽപ്പ് വേണ്ട, അല്ലാതെ തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു മിടുക്കുണ്ടായിരിക്കും. ആ ഒരു എനർജിയാണ് 9 ഓഫ് പെൻറ്റക്കിൾസ് സൂചിപ്പിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യത്തിനുള്ള ക്യാഷും ഉണ്ടായിരിക്കാം. ഒരു പക്ഷേ ഇത് ഇൻഡിപെൻഡൻസിൻ്റെ കാർഡാണ്. ധനപരമായിട്ടോ അല്ലാതെ നിങ്ങളുടെ ക്യാരക്ടർ വൈസോ നിങ്ങൾക്ക് ഒരു തനിക്ക് താൻ പോകുന്ന ഒരു സ്വഭാവമായിരിക്കും നിങ്ങൾക്കുള്ളത്. ഈ രണ്ട് കാർഡ്സ് തമ്മിൽ വളരെ അടുത്ത റിലേഷനാണുള്ളത് അല്ലേ? ഓക്കെ, ഇനി അവരെ നിങ്ങളുടെ അടുത്ത് ഏറ്റവും കൂടുതൽ സേഫ് ആക്കുന്ന, കംഫർട്ടബിൾ ആക്കുന്ന കാര്യം എന്താണ് എന്ന് നോക്കാം. അവർക്ക് ഏറ്റവും കൂടുതൽ സേഫ്റ്റി ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഏതൊരു ക്യാരക്ടർ അവസ്ഥയിലായിട്ട് നിൽക്കുമ്പോഴാണ്? വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അതായത് നിങ്ങൾ അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്നുള്ള ആ ഒരു ഉറപ്പ്, ഏതൊരു അവസ്ഥ വന്നാലും എത്ര കാലം കഴിഞ്ഞാലും നിങ്ങൾ അവരുടെ കൂടെ നിൽക്കും എന്നുള്ള ആ ഒരു തോന്നൽ. ഭാഗ്യം മാറി മറിഞ്ഞു വരും, പക്ഷേ ഈ വ്യക്തി എന്നെ വിട്ടുപോവില്ല, എന്ത് പ്രതിസന്ധിയിലും എൻ്റെ ഒപ്പം നിൽക്കും എന്നുള്ള ആ തോന്നലാണ് അവരെ നിങ്ങളുടെ അടുത്ത് ഭയങ്കര സേഫായിട്ട് ഫീൽ ചെയ്യുന്നത്, അവരെ വളരെ കംഫർട്ടബിൾ ആക്കിയിട്ട് നിർത്തുന്നത് നിങ്ങളുടെ അടുത്ത്. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജി ആണല്ലോ. നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്താണ് അവർ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ കിട്ടുന്നതിൽ അവർ ഹാപ്പിയാണ്, എന്നാലും കുറച്ചും കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്താണ് അവർ ആഗ്രഹിക്കുന്നത് നോക്കാം. 10 ഓഫ് കപ്സ് ആണ്. അതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജി, ഒരു ഫാമിലി എനർജിയാണ് വന്നിട്ടുള്ളത്. അച്ഛൻ, അമ്മ, കുട്ടികളൊക്കെയാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ കംപ്ലീറ്റ് കമ്മിറ്റ്മെൻറ്റ് ആണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ അവരുടെ അടുത്ത് ഒരു പക്ഷേ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്ത് കാണില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരിക്കാം, ഒരു പക്ഷേ തുറന്ന് സമ്മതിച്ച് കാണില്ല. നിങ്ങൾക്ക് അവരുടെ കൂടെ നിൽക്കണം എന്നുണ്ട്, എങ്കിലും ഒരു ഫാമിലി കമ്മിറ്റ്മെൻറ്റ് ഒരു പക്ഷേ നിങ്ങൾ കൊടുത്ത് കാണില്ല. അത് കിട്ടിയിട്ട് ഉണ്ടെങ്കിൽ കൊള്ളാം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് വന്നിട്ടുള്ളത്. ഇനി നിങ്ങളുമായിട്ട് ഏറ്റവും അധികം ഇമോഷണൽ ബോണ്ട് അവർക്ക് ഉണ്ടാക്കുന്നത് എന്ത് കാര്യമാണ്? വൈകാരികമായിട്ട് നിങ്ങളോട് ഏറ്റവും അടുപ്പമുണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് നോക്കാം. ഈ ഒരു കാർഡ് എടുക്കാൻ നോക്കാം. സ്റ്റാർ കാർഡ്. നിങ്ങളുടെ എന്താ പറയുക, പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അതിൽ നിന്നും പുറത്തു വരാനുള്ള നിങ്ങളുടെ കഴിവ് ആണ് അവർക്ക് ഏറ്റവും
എന്താ പറയുന്നത്, ഇമോഷണൽ ബോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രശ്നത്തിൽപ്പെട്ട സമയത്ത് നിങ്ങളായിരിക്കാം അവരുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് അവരെ ആ ഒരു ട്രോമയിൽ നിന്നൊക്കെ പുറത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് സെയിം എനർജികൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ കാര്യം പറഞ്ഞു, 9 ഓഫ് പെൻറ്റക്കിൾസ് ഇൻഡിപെൻഡൻസ് നിങ്ങളുടെ ഒരു പ്രത്യേകതയാണെന്ന് പറഞ്ഞു, എന്ത് സംഭവിച്ചാൽ നിങ്ങൾ കൂടെ ഉണ്ടാകും നമ്മൾ പറഞ്ഞു. ആ ഒരു എനർജിയുടെ തന്നെ വേറൊരു വേർഷനാണ് സ്റ്റാർ എനർജി എന്ന് പറഞ്ഞാൽ. ഇതിന് മുൻപ് വരുന്ന കാർഡെന്ന് പറയുന്നത് ടവർ കാർഡാണ്. അതൊരു പെട്ടെന്നുണ്ടാകുന്നത് തിരിച്ചടി, ഷോക്ക് എന്നൊക്കെയാണ്. ആ ഷോക്കിൽ നിന്നും പുറത്തു വരുന്ന ഒരാളെയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു എനർജി അവർക്ക് നിങ്ങളോട് ഏറ്റവും അധികം വൈകാരികമായിട്ട് അടുപ്പമുണ്ടാക്കുന്നു. ഈ പേഴ്സൺ എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ കൂടെ തന്നെ നിൽക്കും എന്നുള്ള ആ ഒരു ഉറപ്പ് അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ വന്നിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ്. ഇനി നമുക്ക് നമ്മളുടെ ഇമ്പ്രൂവ് ചെയ്യേണ്ട മേഖലകളിലേക്ക് ഒന്ന് പോയി നോക്കാം. അതായത് എന്ത് ക്യാരക്ടറാണ് നിങ്ങളുടെ സ്വഭാവത്തിൽ ഏതൊരു പ്രത്യേകതയാണ് മാറി കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് നോക്കാം. ഇതാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് അല്ലേ. പോസിറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്, അത് നല്ല കാര്യം. നെഗറ്റീവ്സ് നമുക്ക് എങ്ങനെ ശരിയാക്കിയെടുക്കാം എന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് ഞാൻ എടുക്കുന്നത് ഇതാണ്. അവരെ ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കുന്ന നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്ന് നോക്കാം. 2 ഓഫ് കപ്സ്. അമിതമായിട്ട് അവരുമായിട്ട് അറ്റാച്ച്ഡ് ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ? ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു, അത് മറ്റുള്ളവരുടെ കാര്യത്തിലായിരിക്കാം. ലൈഫിലെ മറ്റ് ഏരിയകളിലൊക്കെ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നു, പക്ഷേ അവരുടെ കാര്യം വരുമ്പോൾ നിങ്ങൾ ക്ലിങ്ങി ആവുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇത് ആക്ച്വലി ഇതൊരു പോസിറ്റീവ് കാർഡാണ്. പക്ഷേ ചില സമയത്ത് നിങ്ങൾ സ്നേഹം കൊണ്ടായിരിക്കാം അവരെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? മറ്റുള്ളവരോട് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും സ്വന്തം കാര്യമൊക്കെ കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ അടുത്ത് നിങ്ങൾ കൂടുതൽ ക്ലിങ്ങി ആവുന്നുണ്ടോ? എല്ലാ കാര്യത്തിനും എനിക്ക് അവർ വേണം, എനിക്കത് ചെയ്തു തരുമോ, ഇത് ചെയ്തു തരുമോ, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ ചോദിച്ചിട്ട് അവരെ നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഓക്കെ, സ്റ്റിൽ ഇതൊരു പോസിറ്റീവ് കാർഡാണ്. ക്ലിങ്ങിനെസ് നല്ലതല്ല എങ്കിലും 2 ഓഫ് കപ്സ് എന്ന് പറയുന്നത് നല്ല പോസിറ്റീവ് എനർജി ഉള്ള ഒരു കാർഡാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ ക്യാരക്ടറിൽ അവർ എന്താണ് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, തെറ്റിദ്ധരിച്ചിട്ടുള്ളത്? അതായത് നിങ്ങൾ ആക്ച്വലി അങ്ങനെയല്ല, പക്ഷേ നിങ്ങൾ അങ്ങനെയാണ് എന്നവർക്കൊരു ധാരണയുണ്ട്. അതെന്താണെന്ന് നോക്കാം. അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ക്വീൻ ഓഫ് വാണ്ട്സ്. നിങ്ങൾക്ക് വളരെയധികം പാഷനുണ്ട്, എല്ലാം ശരിയാണ്, പക്ഷേ കറക്റ്റ് സമയത്ത് നിങ്ങൾ ആക്ഷൻ എടുക്കില്ല. ചില കാര്യങ്ങളിൽ ചെയ്യേണ്ട സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതെ ഇരിക്കും. നിങ്ങൾക്കെല്ലാം അറിയാം, ഇങ്ങനെയൊക്കെ വേണമെന്നറിയാം, എല്ലാം അതെ ശരിയാണ്, പക്ഷേ ചില സമയത്ത് നിങ്ങൾ ആക്ഷൻ എടുക്കാതെ ഇരിക്കും. നിങ്ങൾ എന്താണിത് ചെയ്യാത്തത് എന്ന് അവർക്കൊരു ചിന്ത വരും. അത് നിങ്ങൾ ആക്ഷൻ എടുക്കാതിരിക്കുന്നതായിരിക്കില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകുമായിരിക്കും. പക്ഷേ നിങ്ങൾ ആ ആക്ഷൻ എടുക്കാതെ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാതെ ഇരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് കുറച്ച് ദേഷ്യം വരാറുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ ഈ കാർഡ്സ് കുറച്ച് മാറ്റി വയ്ക്കട്ടെ. ഇനി അവർ നിങ്ങളുടെ ക്യാരക്ടറിൽ മാറി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് എന്ന് നോക്കാം. എന്ത് കാര്യമാണ് നിങ്ങളുടെ ക്യാരക്ടറിൽ നിന്നും മാറിപ്പോകാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. വേൾഡ് കാർഡ്. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവർക്ക് എന്താ പറയുക, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു സോഷ്യൽ ബട്ടർഫ്ലൈ ആയിരിക്കാം. ഒരു പക്ഷേ ഒരുപാട് ആൾക്കാർ ആയിട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കാം, നിങ്ങളെല്ലാവരോടും സംസാരിക്കുന്നു, വളരെ ഓപ്പണായിട്ട് ഇടപഴകുന്നു. അതൊക്കെ ഒരു പക്ഷേ അവർക്കത്ര ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അത് അവരുടെ സ്വാർത്ഥത കൊണ്ടായിരിക്കാം. എൻ്റെ പേഴ്സണാണ്, അതെങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഇത്ര അവൈലബിൾ ആവേണ്ട ആവശ്യമില്ല എന്നവർക്ക് തോന്നുന്നുണ്ടായിരിക്കാം. ഇതായിരിക്കും അവർക്ക് നിങ്ങളുടെ ക്യാരക്ടറിൽ ഒന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ഒരു കാര്യം. ഓക്കെ, ഇനി അവരെ ഏറ്റവും കൂടുതൽ ഇൻസെക്യൂർ ആക്കുന്ന, അവരെ ട്രിഗർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് നോക്കാം. എന്ത് കാര്യമാണ് നിങ്ങളെക്കുറിച്ച് അവർ ഏറ്റവും കൂടുതൽ ട്രിഗേർഡ് ആവുന്നത്? 8 ഓഫ് വാണ്ട്സ് ആണ്. നിങ്ങളുടെ സംസാരം അവരെ ഒരു പക്ഷേ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടായിരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു എന്താണ്, വാക്കുകൾ കൃത്യമായിട്ട് ഷാർപ്പായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ വാക്കുകൾ അവരെ പലപ്പോഴും ട്രിഗർ ചെയ്യുന്നുണ്ട്. സംസാരത്തിൽ നിന്നാണ് നിങ്ങളുടെ ലവ് ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ കുറച്ചത് ബ്ലണ്ടായി പോകാറുണ്ട്.
അത്രയും പറയേണ്ടിയിരുന്നില്ല എന്നൊരു പക്ഷേ നിങ്ങൾക്ക് തന്നെ വീണ്ടും പിന്നീട് തോന്നുന്നുണ്ടാവാം. ഇതാണ് അവരെ ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്യിക്കുന്നത്. നിങ്ങളുടെ ചില പദപ്രയോഗങ്ങൾ, വാക്കുകൾ ഒക്കെ അവരെ ട്രിഗർ ചെയ്യിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് തിരുത്തി മുന്നോട്ട് പോകാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ കേട്ടോ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി മൊത്തത്തിൽ അവർ നിങ്ങളെ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്, വിത്ത് ഓൾ ദ നെഗറ്റീവ്സ് ആൻഡ് പോസിറ്റീവ്സ് എങ്ങനെയാണ് അവർ നിങ്ങളെ കാണുന്നത് നോക്കാം. 5 ഓഫ് സ്വാർഡ്സ് ആണ്. ഇതൊരു മിക്സഡ് എനർജിയാണ് വന്നിട്ടുള്ളത്. ഇതെല്ലാം ഉണ്ട്, ഒക്കെ കറക്റ്റാണ്. പക്ഷേ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ പാർട്ട്ണറെക്കാളും മുന്നേ ജയിച്ച് നിൽക്കണം. അതും നേരത്തെ പറഞ്ഞ ഈ എനർജിയുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള കാർഡ്സാണ് വന്നിട്ടുള്ളത്. ഈ ക്വീൻ ഓഫ് സോർഡ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് കമാൻഡിങ് ആണ്. യെസ്, അതാണ് ആ വേർഡ്, കമാൻഡിങ് ആണ്. ഞാൻ പറയുന്നത് മറ്റുള്ളവരനുസരിക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു സ്ത്രീയാണ്. നിങ്ങൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഈ ഒരു എനർജി നിങ്ങൾക്ക് മാച്ച് ആവും കേട്ടോ. 5 ഓഫ് സോർഡ്സ് എന്ന് പറഞ്ഞാൽ വീണ്ടും അങ്ങനെയാണ്. ഒരു എന്ത് വില കൊടുത്തും എനിക്ക് ജയിക്കണം, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്, അങ്ങനെയുള്ള വാശികളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് അവരുടെ മനസ്സിലിപ്പോൾ മെയിനായിട്ട് നിൽക്കുന്നത്. പക്ഷെ നോക്കൂ, ഈ കാർഡ്സ് എല്ലാം പോസിറ്റീവാണ്. ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും മാറ്റാൻ പറ്റാത്തതല്ല, ഒക്കെ നിങ്ങൾക്ക് മാനേജബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ക്യാരക്ടറാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ എംബ്രേസ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്, കൂടെ കൊണ്ട് നടക്കേണ്ട ക്യാരക്ടർ എന്താണ് എന്ന് നോക്കാം. ചാരിയറ്റ്, ഇത് നിങ്ങൾക്ക് ഓൾറെഡി ഉള്ളത് തന്നെയാണ്. എന്താണ്? ദിശാബോധം. നിങ്ങളുടെ കരിയറിലായാലും നിങ്ങളുടെ ലൈഫായാലും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്കുണ്ട്. നോക്കൂ, ഇതെല്ലാം സെയിം മീനിങ് വരുന്ന കാർഡ്സാണ്. അത് നിങ്ങൾ വിട്ടുകളയാതിരിക്കുക. കാരണം ഇത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ പാർട്ട്ണറുടെ ലൈഫിലും അവർക്കും ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇത്. ഓക്കെ, ഇനി എന്തൊരു ക്യാരക്ടറാണ് നിങ്ങളിപ്പോൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. 3 ഓഫ് പെൻറ്റക്കിൾസ്. ഇവിടെ നമ്മളൊരു വേൾഡ് കാർഡ് പറഞ്ഞിരുന്നു. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഓവർലി അവൈലബിൾ ആകുന്നുണ്ടാവാം ഒരു പക്ഷേ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. 3 ഓഫ് പെൻറ്റക്കിൾസ് വീണ്ടും ഫ്രണ്ട്ഷിപ്പിൻ്റെ കാർഡാണ്. നിങ്ങളങ്ങനെ ഒരു പരിധി കഴിഞ്ഞിട്ട് നിങ്ങളങ്ങനെ മറ്റുള്ളവർക്ക് അവൈലബിൾ ആകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് റീതിങ്ക് ചെയ്യാവുന്നതാണ്. ഞാൻ അത്രയും അവൈലബിൾ ആവണോ, എനിക്ക് കുറച്ചും കൂടി സ്ട്രിക്റ്റർ ആയിട്ടുള്ള ബൗണ്ടറീസ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വെക്കണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒന്ന് റീതിങ്ക് ചെയ്യാവുന്നതാണ്. ഇനി ഫൈനലി നമുക്കൊരു കാർഡ് കൂടി എടുക്കാം. യെസ്, ഇതാണ് അവരെ നിങ്ങളോട് നേരിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. എത്ര റെസണേറ്റിംഗ് ആയിട്ടുള്ളൊരു കാർഡാണെന്ന് നോക്കൂ. ജസ്റ്റിസ് കാർഡാണ്. എന്ന് വെച്ചാൽ എന്താണ്? അവർ നിങ്ങൾക്ക് തരുന്ന എഫേർട്ട് നിങ്ങൾ തിരിച്ചും കൊടുക്കണം എന്നുള്ളൊരു വാക്കാണ് അവർ നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? അവർ എഫേർട്ട് ഇടുന്നുണ്ട്, നിങ്ങൾ പക്ഷേ കുറച്ചൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി അവൈലബിൾ ആവുന്ന സമയത്ത് ഇവർക്ക് നിങ്ങളുടെ പേഴ്സൺ അത്ര ആദ്യം ശ്രദ്ധ കിട്ടുന്നുണ്ടാവില്ല. അത് പറ്റില്ല, എനിക്ക് നീതി കിട്ടണം എന്ന് പറയുന്ന ഒരു കാർഡാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇത്രയും എന്താ പറയുക, ഹൈലി പോസിറ്റീവായിട്ടുള്ള എന്നാൽ ചെറിയ ചില നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് മൊത്തത്തിൽ ഈ റീഡ് വളരെ പോസിറ്റീവായിട്ടാണ് വന്നിട്ടുള്ളതെന്ന് കാണാം. സോ ഇതാണ് ഇന്നത്തെ റീഡ്. നിങ്ങളുടെ പേഴ്സണെ അവരുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ കമൻസിൽ പറയുക. ഈ റീഡിംഗ് റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടി ഒന്ന് കമൻസിൽ മെൻഷൻ ചെയ്യുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.